ഭൂമിക്ക് വേണ്ടി മനുഷ്യർക്ക് ജീവിക്കാൻ സാധിച്ചാലും ഭൂമിയെ പോലെ മൂൺ ടെറാഫോം ചെയ്ത് ഭൂമിയെ പോലെ പുനർരൂപകൽപ്പന ചെയ്താൽ സാധിക്കും. ഇനിയിപ്പോൾ നമുക്കുണ്ടാവുന്ന അടുത്ത സംശയമാണ്, ഇത് പോസിബിൾ ആണോ എന്നുള്ളത്. ഇത് പോസിബിൾ ആണെങ്കിൽ എന്തുകൊണ്ട് ചന്ദ്രൻ ഒരു ചൊവ്വ മാതിരി ഒരു ഗ്രഹം തിരഞ്ഞെടുത്തൂടെ? ഇനിയിപ്പോൾ നമ്മൾ മൂൺ ടെറാഫോം ചെയ്താൽ അത് എങ്ങനെ ഇരിക്കും, എന്ത് സംഭവിക്കും, കാണാൻ അത് എങ്ങനെ ഉണ്ടാവും? നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ചൊവ്വയുടെ ഉപരിതലത്തിൽ മഞ്ഞ് മൂടിയതിനാൽ ടെറാഫോമിംഗ് അനുയോജ്യമായ പ്ലാനറ്റ് ചൊവ്വ തന്നെയാണ്. എന്നാൽ ടെറാഫോമിംഗ് ചെയ്ത് പരിചയമില്ലാത്തതിനാൽ നമ്മൾ ചന്ദ്രനെ തെരഞ്ഞെടുത്തു. അതിനു കാരണം ചന്ദ്രനോട്ട് വെറും 3 ദിവസത്തെ യാത്ര മതിയാവും. മാത്രമല്ല സൂര്യനിൽ നിന്നുള്ള പ്രകാശം കൂടുതൽ ചൊവ്വയെ അപേക്ഷിച്ച് ചന്ദ്രനിൽ ആണ്. ചുരുക്കി പറഞ്ഞ ചൊവ്വയെ അപേക്ഷിച്ച് ചന്ദ്രൻ കുറഞ്ഞ ചെലവിൽ കുറഞ്ഞ സമയം കൊണ്ട് ടെറാഫോം ചെയ്യാൻ സാധിക്കും. ഇവിടെ ഞങ്ങൾ കോളനി വൽക്കീകരിക്കുന്ന കാര്യമല്ല പറയുന്നത്. എക്സാക്ട് ഭൂമിയെ പോലെ തന്നെ ചന്ദ്രൻ ടെറാഫോം ചെയ്ത് ഒരു ചെറിയ ഭൂമി മോതിരാവുന്ന. അതിനുവേണ്ടി ഞങ്ങൾ ആദ്യം ചന്ദ്രനിൽ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവും. 100-ന് മുകളിൽ ഐസ്ട്രോയിഡ്സ് നമ്മൾ ചന്ദ്രന് മേൽ ഇടിച്ചിറക്കും. ഐസ്ട്രോയിഡ്സ് എവിടെ ഉണ്ടാവും നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിക്ക് ചുറ്റും ചുറ്റിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അത് ചന്ദ്രന് മുകളിൽ വെള്ളം നിറയ്ക്കും. കാർബൺ ഡയോക്സൈഡ്, വാട്ടർ വേപ്പർ, അമോണിയ, മെയ്തേൻ ഈ ഗ്യാസ് ഘടകങ്ങളെല്ലാം ചേർന്ന് ഒരു അന്തരീക്ഷം അവിടെ രൂപപ്പെടും. പുതിയതായി രൂപം കൊണ്ട കടലുകൾ സൂര്യപ്രകാശം ആഗിരണം ചെയ്യും. അതുകൊണ്ട് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രൻ 5 ഇരട്ടി പ്രകാശമുള്ളതായി കാണപ്പെടും. ഈ ഐസ്ട്രോയിഡുകൾ വന്ന് ചന്ദ്രനെ പതിക്കുന്നതോടുകൂടി തന്നെ ചന്ദ്രന്റെ സ്പീഡ് കൂടാനും സഹായിക്കും. നമുക്കെല്ലാവർക്കും അറിയാം ചന്ദ്രന്റെ ഒരു ലൂണാർ ഡേ എന്ന് പറയുന്നത് 29 ദിവസം. ഈ ഐസ്ട്രോയിഡുകൾ വന്നിരിക്കുന്ന എണ്ണം കൂടുന്നതിനനുസരിച്ച് ഈ ചന്ദ്രന്റെ സ്പീഡും കൂടും. ഒരു ദിവസം എന്ന് പറയുന്നത് 60 മണിക്കൂർ എന്ന കണക്കിലോട്ടായി മാറും. കൂടാതെ ഇപ്പോൾ നമ്മൾ ചന്ദ്രന്റെ ഒരു ഫേസ് മാത്രമാണ് കാണുന്നത്. ചന്ദ്രന്റെ വേഗത കൂടുന്തോറും ചന്ദ്രന്റെ ചുറ്റിനും കാണാൻ സാധിക്കും. മാത്രമല്ല പിന്നീട് അങ്ങോട്ട് ചന്ദ്രന്റെ മുഴുവനായിട്ട് ഒരു രാത്രി കാണാൻ പറ്റും എന്ന് തോന്നുന്നില്ല. ഇനിയും വ്യക്തമായിട്ട് പറഞ്ഞാൽ ചന്ദ്രന്റെ ടെഡ്ലി ലോക്ക് എന്ന പ്രക്രിയ ഇതോടുകൂടി ഇല്ലാതാവും എന്ന് സാരം. ഇനി പുതിയതായി നിർമ്മിക്കപ്പെട്ട മൂണിലെ അറ്റ്മോസ്ഫിയർ, മൂണിലെ അന്തരീക്ഷത്തിന് എങ്ങനെ സോളാർ വിൻഡിൽ നിന്ന് എങ്ങനെ സംരക്ഷിക്കാം എന്ന് നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചന്ദ്രൻ ടെഡ്ലി ലോക്ക് ബ്രേക്ക് ആവും. ടെഡ്ലി ലോക്ക് ബ്രേക്ക് ആവുന്നത് കൊണ്ട് തന്നെ ചന്ദ്രന്റെ ഭ്രമണ വേഗത വർദ്ധിച്ചു ഡൈനാമോ എഫക്ട് ഉണ്ടാവും. ആ ഒരു ഡൈനാമോക്ക് ചന്ദ്രന്റെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രോങ് ആക്കാൻ സാധിക്കും. അത് അറ്റ്മോസ്ഫിയറിനെ സംരക്ഷിക്കും. ഇതെല്ലാം ക്രമീകരിച്ചതിന് ശേഷം ചന്ദ്രന്റെ പാറക്കെട്ടിൽ വളരാൻ അനുയോജ്യമായിട്ടുള്ള ചെടികളെ നമ്മൾ രൂപകൽപ്പന ചെയ്ത് നമ്മൾ കൊണ്ടുവരണം. ഈ ഓക്സിജൻ ഉത്പാദിക്കുന്ന ആൽഗകളും വേണം. അതായിരിക്കും ചന്ദ്രനിലെ ആദ്യത്തെ ജീവന്റെ തുടിപ്പ്. അങ്ങനെ ഒരു പതിറ്റാണ്ടിന് ശേഷം 3 പേരുള്ള വാസയോഗ്യമായിട്ടുള്ള പ്ലാനറ്റോട്ട് മനുഷ്യൻ താമസമാണ്. ഗ്രീൻ ഹൗസ് എഫക്ട് കാരണം ആദ്യമെല്ലാം ടെറാഫോമിംഗ് ചെയ്ത ചന്ദ്രൻ ഭയങ്കര ചൂടുള്ളതായിരിക്കും. എപ്പോഴും അവിടെ ഭയങ്കര ക്ലൗഡി ആയിരിക്കും. 20 അടി ഉയരമുള്ള തലമാലകൾ വരെ അവിടെ ഉണ്ടാവും. സർഫിംഗ് അറിയാവുന്നവർക്ക് ഒരു പക്ഷേ ചിലപ്പോൾ അത് ഇഷ്ടപ്പെടും. ഭൂമിയിലെ ഗ്രാവിറ്റി വെച്ച് നോക്കുമ്പോൾ അവിടെ 1/6 എന്ന കണക്കിലായിരിക്കും ചന്ദ്രനിലെ ഗ്രാവിറ്റി. അതായത് മനുഷ്യർക്ക് അവിടെ 9 അടി ഉയരത്തിൽ ചാടാനും 4 സെക്കൻഡ് വായുവിൽ നിൽക്കാനും സാധിക്കും. വളരെയധികം ആരോഗ്യം സ്റ്റാമിനയും ഉള്ള ആളാണെങ്കിൽ വേണമെങ്കിൽ വെള്ളത്തിന് മുകളിലൂടെ ഓടാൻ സാധിക്കും. അപ്പോൾ എങ്ങനെ ചന്ദ്രൻ നമുക്ക് ടെറാഫോമിംഗ് ചെയ്താലോ?